ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മളെ പട്ടാമ്പിയിലുള്ള ബോഗൺവില്ലയിലാണ് ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്നത്. കണ്ടോ, നമ്മളിങ്ങനെ കയറി വരുന്നതോട് തന്നെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ബോർഡാണിത്. ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു ഹാളിലെത്തും. ഇവിടെയാണ് സ്റ്റേജും മറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ റെഡിയാക്കിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റേജ് ഡെക്കറേഷനും ഇതിൻ്റെ മറ്റുള്ളതൊക്കെ ചെയ്തിട്ടുള്ളത് ക്രിയേറ്റീവ് കപ്പിൾസ് ആണ് കേട്ടോ. വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു ചെറിയൊരു ഫങ്ഷൻ നടത്താൻ പറ്റിയ നല്ലൊരു ഓഡിറ്റോറിയമാണ് കേട്ടോ ഈ ഒരു ബോഗൺവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ലൊരു നീറ്റായിട്ടുള്ള നല്ലൊരു വില്ലയാണ്. ഇതിൽ നമ്മൾ അടുത്ത റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാള് നമുക്ക് മതിയായിട്ടുണ്ട്. ഇത് ഇക്കാൻ്റെ മേമൻ്റെ മോളും കുട്ടിയാണ് കേട്ടോ. നമ്മളെ റൂഹിക്കുട്ടിയാണ് ഇത്. അപ്പോൾ നമ്മളെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബർത്ത്ഡേ ബോയിൻ്റെ ആ ഒരു എൻട്രി ആണ് കേട്ടോ. അതും ഒരു ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ക്രിയേറ്റീവ് കപ്പിൾസ് തന്നെയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ ബോയിൻ്റെ എൻട്രി കണ്ടല്ലോ. ഇത് കഴിഞ്ഞ് ഇനിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കോപ്പിറൈറ്റ് കാരണം ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അവരെ റിലേറ്റീവ്സും നമ്മളെ റിലേറ്റീവ്സും ഒക്കെ കൂടെയായി കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഫുഡാണുള്ളത്. ഫുഡ് കോർട്ടാണെന്നുണ്ടെങ്കിലും നല്ല അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ ആ ഒരു കഴിയുന്ന ആ ഒരു ഏരിയ വന്നിട്ടുള്ളത്. ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ ആണിത്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ആളുകൾക്ക് നല്ല ഒരു വൃത്തിയിൽ ചെയ്യാൻ പറ്റിയൊരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയതാണ് ഈ ഒരു ബോഗൺവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫുഡ് ഐറ്റംസുകളും അത്യാവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് പൊറോട്ട ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ നമുക്ക് ടീ ഐറ്റംസുകളുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഐസ്ക്രീമും അതുപോലെ തന്നെ ഇളനീർ പുഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു. സംഭവം പാർട്ടി അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടേതായ ഒരു കൗണ്ടറിൽ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പം ജ്യൂസൊക്കെ കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് ഞാൻ ആ ഹാളിൽ തന്നെ കയറിയപ്പോഴാണ് ഈ ഒരു ക്രിയേറ്റീവ് കപ്പിൾസിനെ കണ്ടത്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഇവരാണ്. ഇവരൊന്ന് നിങ്ങളെന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് അസ്മ. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയത് ഒരു പേജാണ് ഈവൻസിൻ്റെ ഡെക്കറേഷൻ്റെ മാത്രമായിട്ട്. കേക്ക് ആൻഡ് ഡെക്കറേഷൻസ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾ ഡെക്കറേഷനും സ്റ്റേജ് വർക്കും കേക്കുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുള്ള കളറിൽ ഞങ്ങളൊരു തീം സെലക്ട് ചെയ്തിട്ട് ചെയ്തതാണ് കേക്കും. അതുപോലെ തന്നെ കേക്കിൻ്റെ ആളുകളാണ് ഇപ്പോൾ പോയത്. സിസ്റ്ററാണ്, ബ്രദറിലോ സിസ്റ്ററാണ് അവർ. ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് എത്ര വർഷമായി? ഞങ്ങളിപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞ് ഈ ഒരു പേജിൽ. കേക്ക് ഒരു 5-6 വർഷം ആവാറായി കഴിഞ്ഞ്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ നമ്പർ ഇട്ട് കൊടുക്കുക അതിൽ. പിന്നെ കല്യാണ വർക്ക് ഞങ്ങൾ നിലവിലിപ്പോൾ ചെയ്തിട്ടില്ല. ബർത്ത്ഡേ വർക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം. ഇതന്നെ ഒന്നും കൂടെ നല്ല രീതിയിൽ. എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ? അത് ഓരോന്നിനും ഓരോ റേറ്റാണ്. അപ്പോൾ ഓരോ മോഡലിൽ മിനിമൽ ആയിട്ടുള്ളതും പിന്നെ ഔട്ട്ഡോർ സെറ്റിങ്സ്, ഇൻഡോർ സെറ്റിങ്സ്, മൊത്തം സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ കൊണ്ടുവരുന്നതാണ്. ഒന്നും അവരറിയണ്ട, നമ്മൾ പറഞ്ഞാൽ മതി ഇങ്ങനെയെന്നുള്ളത് പറയാം. അവർ കുട്ടിയുടെ പേരോ അല്ലെങ്കിൽ തീമോ കളറോ പറഞ്ഞു തരുമ്പോൾ അവരാണ് ഞങ്ങൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം. അതും ഇവിടെ വന്നിട്ട് തന്നെ ഫുൾ സെറ്റിങ്സ് ഞങ്ങൾ ചെയ്യാം, മൊത്തം സെറ്റിങ്സ്. പിന്നെ ഇത് മിനിമലായിട്ടുള്ള ഡെക്കറേഷൻ. പല മോഡലും ഉണ്ട്. അതാണ് റേറ്റ്, ഫിക്സഡ് റേറ്റ് അല്ല. പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടും ഓരോ ഇതിനനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരും. ഈ ഒരു ഫീൽഡിൽ ഫിക്സഡ്, നമ്മൾ കേക്കിന്റെ എമൗണ്ട് പറയാൻ പറ്റുന്ന മാതിരി ഒരു ഫിക്സഡ് എമൗണ്ട് ഇല്ല. ഓരോ മോഡലിനനുസരിച്ചുള്ള റേറ്റ്. എവിടെ സ്ഥലം? എവിടെയാണ്? ഞങ്ങള് കുലാമന്തോൾ പാലൂർ പറയും. കുലാമന്തോൾ പാലൂർ. അപ്പോൾ നിങ്ങളെ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, പറഞ്ഞാൽ ചെയ്യും. ഇൻസ്റ്റാഗ്രാം ID ആണ് മെയിനായിട്ട്. ഇൻസ്റ്റയിലാണ് ചെയ്യുന്നത്. വേറൊരു പരസ്യ കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അതുവഴിയാണ് വർക്ക് കിട്ടുന്നത്.
ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്നമർത്തുക. നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു പോന്നു. ഓക്കെ, താങ്ക് യു.